ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ദൈവജനം പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 31ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 30 ക്ലാസ്സുകളിൽ ദൈവകൃപയെ ആശ്രയിച്ച് നമുക്ക് ദൈവനം ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയിരുന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ച് നിർത്തുവാൻ ഇടയായത്. ഇന്ന് രാത്രിയെ തുടർന്ന് ചിന്തിക്കുന്നതിന് മുമ്പായി 8-ാം അധ്യായത്തെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പരിചിതമായ ഭാഗമാണ്. പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും യേശുക്രിസ്തു ആരാകുന്നു, അവൻ എന്തിനാണ് ലോകത്തിൽ വന്നത്, ലോകരക്ഷകനായിരിക്കുന്ന ക്രിസ്തു എങ്ങനെയാണ് പാപത്തിലകപ്പെട്ടവരെ രക്ഷിച്ചത്, സന്ദർഭങ്ങളൊക്കെ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാധാരണമായിരിക്കുന്ന ഒരു ജനത്തെ അല്ല ദൈവം അവിടുന്ന് പറഞ്ഞയച്ചത്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഈ പാപിനിയായ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാർ അവർ ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. ആരാണ് ശാസ്ത്രിമാർ, ആരാണ് പരീശന്മാരെന്ന് നമുക്ക് യഹൂദൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഈ പരീശന്മാർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ശാസ്ത്രിമാരെ കുറിച്ചും വലിയ ഒരു സ്വാധീനത ഇവർക്ക് ഉള്ളത് കാണാൻ സാധിക്കും. പരീശന്മാർ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവർ എന്നാണ് എൻ്റെ അർത്ഥം, വേർതിരിക്കപ്പെട്ടവർ. യഹൂദന്മാരിൽ വേർതിരിക്കപ്പെട്ടവരാണ് ഈ പരീശന്മാർ എന്ന ഗണത്തിൽപ്പെടുന്നവർ. അവർ ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിലെ മക്കബായ യുഗത്തിൽ യഹൂദ മതത്തിൻ്റെ യവനായ നീക്കത്തിൻ്റെ അഥവാ ജാതിക ആചാരങ്ങളിലേക്ക് പോയപ്പോൾ അതിനെതിരെ ശക്തമായി പൊരുതിയവരാണ് ഈ പരീശന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ. മറ്റുള്ളവരെക്കാൾ ധാർമ്മികരും അതുപോലെ തന്നെ മതത്തിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ കാവൽ ഭടന്മാരുമായി നിൽക്കുന്നവരാണ് പരീശന്മാർ. അവർ ഈ മതനിയമത്തെ വ്യാഖ്യാനിക്കുന്നവരാണ്. അങ്ങനെ മതനിയമത്തെ വ്യാഖ്യാനിക്കുകയും മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ മാത്രമല്ല വാചികമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൂപ്പന്മാർ ഗോത്രപിതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കൂടി അത് അംഗീകരിക്കുകയും അതിനെ അവർ പഠിപ്പിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്തവരാണ് പരീശപക്ഷത്തിലുള്ളവർ. അവർ ഈ മോശ എഴുതിയ 5 ഗ്രന്ഥങ്ങൾ മാത്രമല്ല മറ്റ് പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനെ മുഖവിലക്കെടുത്ത് അതിനെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നവരായിരുന്നു പരീശന്മാർ. അവർ പുനരുത്ഥാനത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരായിരുന്നു. എന്നാൽ സദൂക്യർ എന്ന് പറയുമ്പോൾ അവരും ഈ ക്രിസ്തുവിന് മുമ്പുള്ള 2-ാം നൂറ്റാണ്ട് മുതൽ AD 70 വരെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് സദൂക്യർ. അവർ യഹൂദന്മാരിൽ നിലനിന്ന ഒരു വിഭാഗമാണ് സദൂക്യർ എന്നുള്ളത്. അവർ ലിഖിത നിയമങ്ങൾ അഥവാ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ ഒഴികെ മറ്റൊരു ഗ്രന്ഥങ്ങളും അവർ പഠിപ്പിച്ചിരുന്നില്ല. അവരതിൽ കൂടുതലായിട്ട് അതിനെ താല്പര്യപ്പെടുന്നവരായിരുന്നില്ല സദൂക്യർ. സാമൂഹികമായ പരീശന്മാർ സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ സ്വാധീനതയുള്ളവരായിരുന്നെങ്കിൽ സദൂക്യരായിട്ടുള്ളവർ സമ്പന്നന്മാരുടെ ഇടയിൽ, ഒന്നെങ്കിൽ സദൂക്യർ എന്ന് പറയുമ്പോൾ സമ്പന്നരോ അല്ലെങ്കിൽ അതിനോട് സമ്പന്നന്മാരായിരിക്കുന്നവരാണ് സദൂക്യ പക്ഷത്തിലുള്ളവർ. അപ്പോൾ സാധാരണ ആൾക്കാരുടെ രീതിയാണ് അവരുടെ പ്രതികളായിട്ടാണ് പരീശന്മാർ നിൽക്കുന്നതെങ്കിൽ സമ്പന്ന വിഭാഗത്തിൻ്റെ പ്രതികളായിട്ടാണ് സദൂക്യന്മാർ നിൽക്കുന്നത്. അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉന്നതമായിരിക്കുന്ന ചിന്താഗതിയുള്ളവരും ഈ ജീവിതത്തിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് സമ്പന്നമുള്ള ധനവിഭാഗങ്ങൾ സദൂക്യന്മാരുടെ ചിന്താഗതികളെ പിന്തുടർന്ന് പോന്നിരുന്നിട്ട് നമുക്ക് ദൈവം വഴിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പറഞ്ഞത് ഓരോ ഗ്രൂപ്പുകളാണ് ഇത് ഉടലെടുക്കുവാനായിട്ട് ഇടയാത്തത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ന്യായപ്രമാണത്തിന് വ്യതിചലിച്ച് പോയപ്പോൾ കുറേ ആൾക്കാർ വേർതിരിയപ്പെട്ട് അതിനുവേണ്ടി നിൽക്കുവാനായിട്ട് ഇടയാത്ത ജാതിക ആചാരങ്ങൾക്കെതിരെ ശക്തമായി അവർ മല്ലടിച്ചു. അവരാണ് പരീശപക്ഷത്തിലുള്ളവർ. അവർ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും യേശുവിൻ്റെ വചനത്തോടോ
യേശുവിൻ്റെ സംസാരത്തോട് കഴിയാതെ. എന്നാൽ അവര് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമല്ല അതിനു മുമ്പ് സംസാരിച്ചിരുന്ന പിതാക്കന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ യേശു സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ വാക്കിന് അവർ ചെവി കൊടുക്കുവാൻ, അതിനെ അവർ സൂക്ഷിപ്പാൻ കരുതുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവർ അതിനോട് എതിർക്കുവാനായിട്ടാണ് ഇടയാത്തതെന്ന് കാണും. ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തൊഴിലായി സ്വീകരിച്ചവരാണ് ശാസ്ത്രിമാർ. അവരുടെ തൊഴിലാണ്. അവർ യഹൂദ ഗണത്തിലെ പണ്ഡിത ഗണമാണ്. അവർ വായിക്കുകയും പഠിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർ നിയമോപദേശകന്മാരായിരുന്നു. ഇവർ പരീക്ഷ വിഭാഗത്തിലുള്ള പരീക്ഷന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ശാസ്ത്രിമാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പരീക്ഷന്മാരും സദൂക്യരും ഹെരോദ്യര് മൂപ്പന്മാർ അങ്ങനെയുള്ള പലരെ കുറിച്ച് അതിനകത്ത് നമുക്ക് ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അതിനോടുള്ള ബന്ധത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ചെയ്തിരിവുകൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും ഞാനിവിടെ പറഞ്ഞു വന്ന 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ടു കൂട്ടരാണ്, ശാസ്ത്രിമാരും പരീക്ഷന്മാരുമാണ്. അവർ നിയമോപദേശകന്മാരാണ്. അല്ലാതെ സാധാരണക്കാരല്ല യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. ഇവരുടെ നിയമം അനുസരിച്ച് ശാസ്ത്രിമാരും പരീക്ഷന്മാരും കൂടെ കൂടിയാൽ അവർക്ക് ന്യായപ്രമാണത്തിൻ്റെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലാം. എന്നാൽ ദേവാലയത്തിൽ ഇരുന്ന യേശുവിനെ വെളിയിൽ അവർ കൊണ്ടുവന്നു. ഇപ്പം ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ പാവിനിയ സ്ത്രീയെ കയറ്റിയില്ല. കാരണം അവിടെ ചെല്ലാൻ കഴിയത്തില്ല. യേശു ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ കൂടി വന്നിട്ട് വലിയ ബഹളവും വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ യേശു അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് യേശു അതിൻ്റെ മധ്യത്തിൽ ചെന്നത്. അപ്പോൾ യേശു അവരുടെ മധ്യത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് വലിയ ബഹളം, ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടപ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് ചെന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിലത്ത് മണ്ണിൽ എഴുതാനുള്ള സാവകാശമാകത്തില്ല. പൊതുവെ നമുക്കറിയാം, യഹൂദന്മാർ ഒരിക്കലും പാപികളെ ദൈവത്തിൻ്റെ ആലയത്തിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് യേശു അവിടേക്ക് ഇറങ്ങിച്ചെന്നു. അതിൻ്റെ മധ്യത്തിലാണ് ഇവരെ കൊണ്ട് നിൽത്തത്. ജനം ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തതെന്നും നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ജനത്തിനൊന്നും അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വിലയില്ല. ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്ന കാര്യങ്ങളാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവര് പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ അപ്പോൾ ഈ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ഇത് ന്യായപ്രമാണം പഠിക്കുകയും അങ്ങനെ നിയമോപദേശകന്മാരും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തൊഴിലായിട്ടുള്ള ശാസ്ത്രിമാരും അതുപോലെ തന്നെ പരീക്ഷന്മാരും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ മക്കബായ യുഗത്തിൽ അഥവാ ഗ്രീക്ക് കാലഘട്ടത്തിൽ ആ സമയത്ത് പുരോഹിതന്മാരെല്ലാം പാപത്തിൻ്റെയും മ്ലേച്ഛതകളുടെയും വഴിയിലേക്ക് പോയപ്പോൾ അന്ന് സാധാരണക്കാരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും നിർത്തിയത് ഈ ശാസ്ത്രിമാരാണ്. അതുകൊണ്ട് സാധാരണക്കടയിൽ ശാസ്ത്രിമാർക്ക് വലിയ സ്വാധീനതയുണ്ട്. അതുപോലെ പരീക്ഷന്മാർക്കും ഉണ്ട് വലിയ സ്വാധീനം. അവർ വേർതിരിക്കപ്പെട്ടവരായി അന്ന് മുതൽ ന്യായപ്രമാണത്തിൻ്റെയും പാരമ്പര്യങ്ങളുടെയും കാവൽപ്പടന്മാരായി നിൽക്കുന്ന കൂട്ടരാണെന്നാണ് നമുക്ക് ഇവരെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ലിഖിത നിയമങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പറഞ്ഞു കേട്ട് കൊണ്ടുവന്നിരുന്ന നിയമങ്ങൾക്ക് വേണ്ടിയും അവർ ശക്തന്മാരായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇവർ ന്യായപ്രമാണത്തിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള ആളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് വ്യവസ്ഥയാണ്. കാരണം ഇവർ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഇവർക്കറിയാം നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു സ്ത്രീയെ യേശു അവളെ ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പോൾ ശിക്ഷിക്കാതെ വിട്ടാലും അവളെ പറഞ്ഞയച്ചാലും അവളെ ശിക്ഷിച്ചാലും ഏത് വിധത്തിലാണെങ്കിലും യേശുവിനെ കുറ്റക്കാരനാക്കാം എന്നുള്ള ഒരു വലിയ ചിന്തയോടെയാണ് അവർ കടന്നു വന്നതെന്ന് നമുക്ക് ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കുറ്റം ചുമത്താൻ വേണ്ടി അവർ പരീക്ഷിച്ചു കൊണ്ടുവന്ന് ശാസ്ത്രമാരും പരീക്ഷന്മാരും കൊണ്ടുവന്ന് ഈ സ്ത്രീയെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് നമ്മളത് കഴിഞ്ഞ ചിന്തിച്ചു അതേക്കുറിച്ച് മുമ്പോട്ട് പോകുന്നില്ല. യേശുവിനെ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അത് അവിടെ വചനം പറഞ്ഞിരിക്കുന്നത് എന്നെ വിട്ടുപോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതുമെന്നാണ്. അപ്പോൾ യേശു ഇങ്ങനെ നിലത്ത് പേരും എഴുതി അവരുടെ പാവങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പാവമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഇപ്പം യേശുവിൻ്റെ ഉപദേശം ശക്തമായ ഉപദേശം ഇവർ കേട്ടിട്ടുള്ളവരാണ്. അപ്പം മനസാക്ഷിക്ക് ആശയമുണ്ടാകാൻ കാരണമായിട്ടുള്ളത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 27-28 വാക്യങ്ങൾ
നമുക്ക് ഈ വ്യഭിചാരത്തോടുള്ള ബന്ധത്തിൽ യേശു അന്ന് സംസാരിച്ചത് ഇവരുടെ എല്ലാം ചെവിയിൽ മുഴുങ്ങിക്കേട്ടതാണ്. 5-ാം അധ്യായം 27-28 വാക്യങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂണ്ടെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ കർത്താവ് ഇങ്ങനെ ഗിരിപ്രഭാഷണത്തിൽ സംസാരിച്ചതും ഈ വചനങ്ങളെല്ലാം അവിടെ അവർ കേട്ടവരാ. ഈ മനസാക്ഷിയിൽ ഇത് കുത്തുണ്ടായി. ഇപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിയിരിക്കുമ്പോൾ യേശു ചോദിക്കുക, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും, ഒരിക്കലെങ്കിലും ഒരു സ്ത്രീയെ മോഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ വന്ന വിഷയം വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, മനസാക്ഷിയിൽ ഇവരെല്ലാ പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ മനസാക്ഷിയിൽ അത് തെളിഞ്ഞു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്നുള്ള ഒരു മനസാക്ഷിയുടെ കുത്തവർക്കുണ്ടായി. അപ്പോൾ യേശു അവരെ അതിനു മുമ്പ് കർത്താവ് പഠിപ്പിച്ചിരുന്നവരെ, അവരെ ആ സന്ദേശം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപദേശം അവിടെ വ്യാപരിച്ചിരുന്നു. അപ്പോൾ ഇത് സമയത്താണ് വ്യാപരിക്കുന്നത്, അത് പ്രവർത്തികമാകുന്നത്. കർത്താവ് വെറുതെ മലയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയുകയല്ലേ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പായി, അതിനു മുമ്പായി തന്നെ കർത്താവ് അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. അതുകൊണ്ടാണ് വ്യഭിചാരം എന്താണെന്ന് ഇവർ മോശയുടെ പ്രമാണം അനുസരിച്ച് അങ്ങനെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ കർത്താവ് അതിനു മുമ്പ് അവിടെ ജനത്തെ ഉപദേശിച്ചിരുന്നു. വ്യഭിചാരം എന്നുള്ളത് ഇപ്രകാരം അത് ചെയ്യുന്നത് മാത്രമല്ല, ചിന്തിക്കുന്നത് പോലും വ്യഭിചാരത്തിന്റെ കുറ്റത്തിൽപ്പെടുന്നു എന്ന് യേശു അവിടെ സംസാരിച്ചിരുന്നത് കൊണ്ടാണ് ഇവർക്ക് നിൽക്കാൻ കഴിയാതായി പോയത്. യേശുവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ യേശു ചോദിച്ചു, നിങ്ങളിൽ പാവമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ല് എറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ യേശു സംസാരിച്ച വചനം അവിടെ ഉള്ളിൽ ക്രിയ ചെയ്തു. അവർക്ക് മനസ്സിലായി, ഈ കല്ലെടുത്തെറിയാൻ യോഗ്യതയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വ്യഭിചാരത്തിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, പാപത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി, പാപമില്ലാത്തവരല്ല, ചിന്തകളിൽ പാപം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? ഓരോരുത്തരായി മനസ്സാക്ഷിയുടെ ആക്ഷേപം ചെയ്ത്, ഞാൻ പറഞ്ഞത്, വചനം നേരത്തെ സംസാരിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന ചില കാര്യങ്ങളെ അതിന് വിടുതൽ നൽകാൻ വേണ്ടിയാ. അപ്പൊ യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്കിവിടെ മനസാക്ഷിക്ക് ആക്ഷേപം ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം ഈ വന്ന ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും വ്യഭിചാരികളായിരുന്നില്ല. അവരാരും പാപം ചെയ്യാത്ത, അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നില്ല. അവർ വേർതിരിക്കപ്പെട്ടവരായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പരീശന്മാരാരാണ്, ശാസ്ത്രിമാരാരാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, സാധാരണ ആൾക്കാർ, പാവികളായിട്ടുള്ള ആൾക്കാരല്ല യേശുവിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ സ്ത്രീയെ ഒരു വേർതിരിക്കപ്പെട്ടവരും അന്നത്തെ മതപരമായ കാര്യങ്ങളിൽ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരുമായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ പാപബോധം ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് യേശു സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത് ഏത് വചനത്തിനും പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിന് അറിയാമായിരുന്നു. അന്ന് പഠിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മനസാക്ഷിക്ക്, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവർക്ക് മനസാക്ഷിയിൽ കുത്തുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന വചനം അവിടെ ക്രിയ ചെയ്യണമായിരുന്നു, നേരത്തെ സംസാരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമൊന്നും വെറുതെ വരുന്നതല്ല, അതതിൻ്റെ ക്രിയ ചെയ്തിട്ടേ മടങ്ങിപ്പോകുമുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ യേശു പറഞ്ഞ ഓരോ വാക്കുകൾക്കും അതിൻ്റെ പുറകിൽ ഉദ്ദേശമുണ്ട്. ഈ ഒരു സന്ദേശം മുന്നമേ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ആക്ഷേപം ഉണ്ടാകത്തില്ല, മനസാക്ഷിയിൽ കുത്തുണ്ടാകത്തില്ല. കാരണം ഇവരാരും വ്യഭിചാരികളായിട്ടുള്ളവരല്ല. ഇവര് വേർതിരിക്കപ്പെട്ടവരും, പറഞ്ഞല്ലോ, മോശയുടെ നിയമത്തിന്റെ കാവൽഭടന്മാരുമായി നിൽക്കുന്നവരാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിരിക്കുന്ന ഒരു പ്രമാണം, തികഞ്ഞ ന്യായ പ്രമാണത്തിന്റെ ഉപദേശം യേശു പഠിപ്പിച്ചപ്പോൾ, യേശു ഈ ചോദ്യം അവരോട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, മനസ്സുകൊണ്ട് പാപം ചെയ്യാത്തവരായിട്ട് ആരും അവിടെ ഇല്ല. അത് അവരുടെ ഹൃദയത്തിൽ, ആ വചനം അത് അവരുടെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ഇവർ ഓരോരുത്തരും കല്ലുകൾ നിലത്തിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തമായി
അവിടുന്ന് വിട്ടുപോകുവാനിടയാക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ വിട്ടുപോയവരെ കുറിച്ച് പറയുമ്പോൾ ആരെല്ലാം യേശുവിനെ പരീക്ഷിക്കാൻ വന്നിട്ടുണ്ടോ അവർക്കാർക്കും യേശുവിൻ്റെ അടുക്കൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം യേശുവിൻ്റെ സംസാരത്തിൻ്റെ ആ ധ്വനിയിൽ തന്നെ ആ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വളവറ്റ വലിപ്പം ഏത് വ്യക്തിയും പതിർ പോലെ അതിനെ പാറിച്ചു കളയും. അതിൻ്റെ ശക്തി അത്രമാണ്. ദുഷ്ടൻ കാറ്റത്ത് പാറ്റുന്ന പതിർ പോലെ എന്ന് പറഞ്ഞ പോലെ സത്യത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് അവിടേക്ക് പ്രചരിക്കുമ്പോൾ അത് വീഴുമ്പോൾ ഈ ബോഷ്കിൻ്റെ കപടഭക്തിയുടെ ആൾക്കാർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവർ പതറിപ്പോകാനിടയെ തീരുമാനിട്ടിടയാത്തത്. ഞാൻ ഒന്ന് രണ്ട് സന്ദർഭം കൂടി പറയാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം നമ്മൾ അതിൻ്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കർത്താവിനെ വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടെ ഒരുമിച്ച് പഠിപ്പിക്കുന്നത് ആരൊക്കെ യേശുവിനെ പരീക്ഷിച്ചെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. സാധാരണക്കാരല്ല പരീക്ഷിക്കാൻ വരുന്നത്. ഇവിടെ അവിടുത്തെ പ്രമാണിമാരും മൂപ്പന്മാരും സദൂക്യന്മാരും പരീശന്മാരും ഹെരോദ്യരും ഒക്കെയാണ് യേശുവിനെ പരീക്ഷിക്കാണ്ട് വന്നത്. ഇതിൻ്റെ അന്നുണ്ടായിരുന്ന ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രമാണിത്വങ്ങളുമാണ് യേശുവിനെതിരെ അവനെ കുറ്റം ചുമത്താൻ വേണ്ടി കടന്നുകാട്ടി ഇടയാത്തുന്നത്. അതിൻ്റെ മത്തായി സുവിശേഷം 22-ന്റെ 15 വാക്യങ്ങൾ ഇങ്ങനെ: അതിന് പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു. അപ്പം അവര് ആദ്യമായി പരീശന്മാർ വേദനിക്ക് വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു അവർ തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടി അവരുടെ അടുക്കൽ അയച്ചു. ഹെരോദ്യർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവര് ഹെരോദാവിൻ്റെ രാജവംശത്തെയും ഹെരോദാവിൻ്റെ രാജവംശത്തെയും റോമിൻ്റെ ഭരണത്തെയും അവർ അനുകൂലിക്കുന്ന യഹൂദന്മാരാണ് ഈ ഹെരോദ്യർ എന്നുള്ളത്. അപ്പോൾ റോമൻ ഭരണത്തെയും ഹെരോദാവിൻ്റെ രാജവംശത്തെയും അനുകൂലിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടർ. അവർ മതപരമായിട്ടോ നിയമപരമായിട്ടുള്ള ഒരാൾക്കാരൊന്നുമല്ല. അവർ ഈ അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ അനുകൂലിക്കുകയും അതുപോലെ ഹെരോദാവിൻ്റെ രാജവംശത്തെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള ഹെരോദ്യർ. അപ്പോൾ അതുകൊണ്ടാണ് പരീശന്മാർ കൊടുക്കുന്ന ആലോചിച്ച് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടി അവൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ റോമൻ വംശത്തെ അനുകൂലിക്കുന്നവരും ഹെരോദ രാജാവിൻ്റെ രാജവംശത്തെ അംഗീകരിക്കുന്നതുമായ ഹെരോദ്യരും ഈ വേർതിരിക്കപ്പെട്ടവരായിരിക്കുന്ന പരീശന്മാരിൽപ്പെടുന്ന ശിഷ്യന്മാരെയുമാണ് ഒന്നിച്ച് യേശുവിന്റെ അടുക്കലേക്ക് അയച്ചത്. അവർ ചെന്ന് പറഞ്ഞു: ഗുരു, നീ സത്യവാനും ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പറഞ്ഞു: ഞങ്ങൾക്കറിയാം നിനക്കാരെയും പേടിയില്ലെന്ന്. കാരണം നീ ഈ സത്യവാനാണ്, ദൈവത്തിന് വഴി നന്നായി പഠിപ്പിക്കുന്നവനാണ്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ്, ആകയാൽ ആരെയും ശങ്കയില്ലാത്തനുമാകുന്നു ഞങ്ങൾ. അപ്പം ആരെയും ഭയപ്പെടാതിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ഇതില്ലാത്തവർക്കൊക്കെ എല്ലാവരെയും കാണുമ്പോൾ പേടി, എല്ലാവരും കാണുമ്പോൾ ഭയം, സംസാരിക്കാൻ പേടി, എല്ലാവരും കാണുമ്പോൾ ഭയം ഉണ്ടാകാൻ. ഒന്ന്, സത്യവാനായിരിക്കണം. സത്യമുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുഖം നിൽക്കാം. 2, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സത്യമാക്കി നടക്കുന്നവരാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. 3, മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ, മുഖപക്ഷമില്ലാത്തവരായിരിക്കണം. 4, ആരെയും ഭയപ്പെടാത്തവനാണ്. അപ്പോൾ സത്യവാനാണ്, ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്ന നേരായ മാർഗത്തിലുള്ളവരാണ് മനുഷ്യർക്ക്. അപ്പോൾ യേശുവിനെ കുറിച്ച് അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൽ കണ്ട സ്വഭാവങ്ങൾ അല്ലെങ്കിൽ യേശുവിൽ കണ്ട വ്യത്യസ്തതകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഇതിനു മുമ്പ് പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിനെ നോക്കിയപ്പോൾ അവൻ സത്യവാനെന്ന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹമേ, ദിവസങ്ങളിൽ നമ്മളെ പഠിക്കുന്ന സമൂഹം യേശുവിനെ പഠിച്ചതുപോലെ നമ്മളെയും പഠിക്കും. നമ്മൾ ആരാണ്, നമ്മുടെ ഇടപെടിയിൽ ആരാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. നമ്മൾ സത്യവാന്മാരാണോ? നമ്മൾ ദൈവത്തിൻ്റെ വഴി നേരായി സത്യമാർഗത്തിൽ പഠിപ്പിക്കുന്നവരാണോ? അതുപോലെ തന്നെ മനുഷ്യരുടെ മുഖം നോക്കാതെ മുഖപക്ഷം കാണിക്കാത്തവർ ആണോ? അതുപോലെ തന്നെ ആരെയും ശങ്കയില്ലാത്തവനാണോ? അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്തുവിൽ അവർ ദർശിച്ചു. എന്നാൽ പരീശന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഉന്നതന്മാർക്കോ ശാസ്ത്രിമാർക്കോ അതുപോലെ ഹെരോദർക്കോ മൂപ്പന്മാർക്കോ ഒന്നും ഈ പറയുന്ന സ്വഭാവ ഗുണവിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്: ഗുരു, നീ സത്യവാൻ. അത് യേശുവിനെ എടുത്തു കാണിക്കുക നീ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അറിയാത്തവൻ തന്നെയെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സമൂഹത്തിൽ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നവരും ഹെരോദ്യരും റോമൻ പടയാളികളും മത ആൾക്കാരും എല്ലാവരും ഉള്ളപ്പോൾ അതിനെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരുവനാണെന്ന്
അവൻ്റെ അടുക്കൽ വരുന്നവർ തന്നെ സാക്ഷ്യം പറയുക, നീ സത്യവാനാണ്, നീ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ്, അതുകൊണ്ട് നിനക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തതെന്ന് നിനക്കറിയാം. അപ്പം മറ്റാരെയും ഭയപ്പെടാതിരിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. 1, സത്യമുള്ളവരായിരിക്കണം. 2, സത്യമായ മാർഗത്തിൽ നടക്കുന്നവരായിരിക്കണം. 3, നാം ആരുടെയും മുഖം നോക്കുന്ന മുഖപക്ഷം കാണിക്കാത്തവരായിരിക്കണം. ഇതുണ്ടെങ്കിൽ നമുക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് ഗ്രൂപ്പിലും ഏത് സ്ഥലത്തും ഏത് സഭയിലും എവിടെയും നിൽക്കാം. 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ, ക്രിസ്തുവിനുണ്ടായിരുന്ന 3 കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭയമില്ലാത്തവർക്ക് പറഞ്ഞത്. അപ്പോൾ യേശു ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത കാരണം അവർ നോക്കിയപ്പോൾ സത്യമാണ്. നമ്മൾ സത്യം സംസാരിക്കുന്ന സത്യമാണെങ്കിൽ നമ്മളാരെയാണ് ഭയപ്പെടേണ്ടത്? 2, നേരായ മാർഗമാണ് സംസാരിക്കുന്നെങ്കിൽ, സത്യമായി പഠിപ്പിക്കുന്നെങ്കിൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? 3, നാം മുഖപക്ഷം കാണിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവർ മനസ്സിലാക്കി യേശുവിനാരെയും ഭയമില്ലാത്തതിൻ്റെ കാരണം അവൻ സത്യവാനാണ്, അവൻ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരാണ്. 3, മനുഷ്യരുടെ മുഖം നോക്കാം. ഇത് 3 കാര്യങ്ങൾ ഇവർ തന്നെയല്ല പറഞ്ഞത്. ഇവരല്ലേ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞിട്ട്. എന്നിട്ടും യേശു ദൈവത്തിൻ്റെ വഴി നേരായി മാർഗം പഠിപ്പിക്കുന്നവരാണെന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നവരല്ലേ പിന്നീട് പറയുന്നത് ഈ വഴി തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത്? ഇതിനർത്ഥം ഇവരുടെ ഉള്ളിൽ ഈ സാക്ഷ്യം അത് ഉണ്ടെങ്കിലും, ഇവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും, അതിൻ്റെ അകത്ത് പോലും കിടക്കാത്ത സംശയമുണ്ട്. യേശുവിനെ കുറിച്ച് ഒരു കാര്യം പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ ഒന്ന് കൊടുക്കണം. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതിനവർ വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ കൊണ്ടൊന്ന് നോക്കി, അവിടെ യേശു യഥാർത്ഥമായി ദൈവം സ്നേഹമാകുന്നെന്ന് വെളിപ്പെടുത്തി അവളെ വിടിവിക്കേണ്ടിയെത്തുന്നു. നീ പാപം ചെയ്യരുതെന്നുള്ള കൽപ്പന കൊടുത്തവളെ പറഞ്ഞു വിടുവാനിടയെത്തുന്നു. ഇവിടെ വന്ന് അവർ ചോദിച്ച് മറ്റൊന്നല്ലതുണ്ട്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. ഒരു ന്യായമായ ചോദ്യം. നമ്മൾ ചോദിക്കും വലിയ കാര്യമൊന്നുമില്ല, ടാക്സ് കൊടുക്കണോ വേണ്ടയോ? ഇത്ര ചോദ്യമുള്ളൂ. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കഥ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? നിങ്ങളുടെ ഈ ഭക്തി പറഞ്ഞ ആദ്യത്തെ എന്നെക്കുറിച്ചുള്ള സാക്ഷ്യമൊക്കെ എനിക്കറിയാം, ഇത് വെറും പറച്ചിലുകളാ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതാ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് കപടഭക്തിയാ, എന്നെ പിടിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നില്ലല്ലോ. വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ വരത്തില്ലായിരുന്നു. ഞാൻ സത്യവാനാണ്, ഞാൻ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നതിനാണ്, ഞാൻ ആരുടെ മുഖം നോക്കാത്തവനാണ് എന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നിങ്ങൾ എൻ്റെ അടുത്ത് പരീക്ഷയായിട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്ന കപടഭക്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളെ വിശ്വസിച്ചാൽ അത് ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞാൽ പോലും യഥാർത്ഥമായി വിശ്വാസം ഉള്ള ഒരു വ്യക്തിയെ അവിശ്വസിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു വ്യക്തിയെ നന്നായി അറിയാം, ഒരു വ്യക്തിയെ യഥാർത്ഥമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അയാളെക്കുറിച്ച് വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാനത് ഗവനിക്കത്തില്ല. കാരണം അത് അവരുമായിട്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകും മറ്റൊരാൾ പറഞ്ഞത് ശരിയല്ല എന്ന്. അപ്പോൾ ഇവർ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറയുക, നീ സത്യവാനാണ്, നീ ആരുടെ മുഖം നോക്കുന്നവനല്ല, അതുപോലെ തന്നെ നീ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നതാണെന്നൊക്കെ ഇവർ പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വലിയ ഭക്തി നടിച്ച് വന്നിട്ട് യേശുവിനെ പിടിക്കാൻ വേണ്ടി, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഹെരോദ്യരുമായിട്ട് വന്നിരിക്കുക. കാരണം ആ രാജവംശത്തെ അനുകൂലിക്കുന്നവരും റോമൻ ഭരണത്തെ അനുകൂലിക്കുന്നവരുമായ യഹൂദന്മാരുമായിട്ടാണ് ഇവിടെ വന്ന യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, അറിഞ്ഞിട്ട് പറഞ്ഞു, കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് കരത്തിനുള്ള നാണയം കാണിപ്പിക്കുന്നു പറഞ്ഞു. കേട്ടോ പറഞ്ഞു, ഈ കരത്തിനുള്ള നാണയം ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഉണ്ടല്ലോ, കരം കൊടുക്കണമെന്നല്ല ചോദിച്ചത്. കരം കൊടുക്കണമെങ്കിൽ നിന്റെ കയ്യിൽ പൈസ കാണുമല്ലോ, അതുകൊണ്ടല്ലേ ചോദ്യമായിട്ട് വന്നത്. അപ്പം അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അപ്പം യേശുവിൻ്റെ കയ്യിൽ വെള്ളിക്കാശൊന്നും ഇല്ലായിരുന്നു. അപ്പം അല്ലെങ്കിൽ യേശു പോക്കറ്റിൽ നിന്ന് ഒരു വെള്ളിക്കാശ് എടുത്തിട്ട് കാണിച്ചേനെ, ഇത് കണ്ടോ എൻ്റെ കയ്യിരിക്കുന്ന വെള്ളിക്കാശ് ഇതാണെന്ന് പറഞ്ഞത്. നിങ്ങളല്ല ചോദ്യം ചെയ്ത്, നിങ്ങൾ കയ്യിലിരിക്കുന്ന വെള്ളിക്കാശ്, നിങ്ങൾ കയ്യിലിരിക്കുന്ന പണം കാണിക്കാൻ പറഞ്ഞു.
യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞില്ല ഒരു വെള്ളിക്കാശ് എടുക്കാൻ, ഒരു കാശ് എടുക്കാൻ. ഒരു പറഞ്ഞു നിങ്ങൾ ചോദ്യമാടുക, നിങ്ങൾ എടുക്കാൻ. അവര് അവരുടെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചേന്ന്. കൈസറുടേതെന്ന് അവർ പറഞ്ഞു. ചോദിച്ചത് ആരുടെയാ? ഇതിലെ കയ്യെഴുത്താരുടെയാ എന്ന് പറഞ്ഞാൽ കയ്യൊപ്പ്, കയ്യെഴുത്താരുടെയാ? ഈ സ്വരൂപം ആരുടെയാ? അവർ പറഞ്ഞത് കൈസറുടേതാണ്. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പൊയ്ക്കളഞ്ഞു. മണ്ണിൽ എഴുതപ്പെടേണ്ടവരാ. ഇവർക്കും ആശ്ചര്യം തോന്നി. യേശുവിന്റെ പറഞ്ഞു കേട്ടപ്പോൾ കഥ പറഞ്ഞു, കൈസർക്ക് കൈസർ കൊടുത്തോ, ദൈവത്തിനുള്ള ദൈവം, നിന്റെ ഇരിക്കുന്ന പൈസ കൈസറുടേതാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനക്കുണ്ട്. അത് നീ കൊടുത്തേ മതിയാകുള്ളൂ. അത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക, കൈസർക്കുള്ളത് കൈസർ കൊടുക്കുക. കരം കൊടുക്കരുത്, കൈസർ കൊടുക്കരുത്, ഗവൺമെന്റ് കൊടുക്കരുതെന്ന് പഠിപ്പിക്കരുത് എന്ന് യേശു അവിടെ മനസ്സിലാക്കി കൊടുത്തു. ഇവര് വിചാരിച്ചത് അങ്ങനെ ദൈവത്തിന് മാത്രം കൊടുത്താൽ മതി, കൈസർക്കൊന്നും കൊടുക്കണ്ട എന്നുള്ള പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ദൈവമക്കൾ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കത്തില്ല. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ദൈവമക്കൾ. അതിനെ ഒരിക്കലും ധിക്കരിക്കും. നമ്മുടെ വിശ്വാസത്തിനോട് വിരുദ്ധമായ വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ അതിനോട് എതിർക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സ്, മറ്റുള്ള നിയമങ്ങൾ, ഹെൽമെറ്റ് വെക്കണം, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്, ഇതൊക്കെ പാസ്റ്റർക്കും ബാധകമാ, വിശ്വാസിക്കും ബാധകം, എല്ലാവർക്കും ബാധകമാണ്. അല്ലാതെ ഹെൽമെറ്റും വെക്കാതെ പോലീസ് കൈ കാണിക്കുമ്പം പാസ്സാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത്. നിയമത്തിന്റെ വഴിക്ക് നിൽക്കണം. ദൈവമക്കളാന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമം നമ്മളാലാവോളം നമ്മൾ അത് നിയമം ബാധ്യസ്ഥരാണ്. അപ്പം അത് നമ്മൾ നിയമത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ വേഷമൊക്കെ ധരിച്ച് പോകുന്നവര് അതിന്റെ മുമ്പിൽ പോയി പിടിക്കപ്പെട്ട് നിൽക്കാൻ ഇടയാകരുത്. നിയമത്തിനനുസരിച്ച് പോകാവും. ഇപ്പൊ കഥ പറഞ്ഞു, നിയമത്തിന്റെ അനുസരിച്ചുള്ള ജീവിതമാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം. ഏതാണോ ആ രാജ്യത്ത് നിയമമുള്ളത് അതനുസരിച്ച് അംഗീകരിച്ചേ പറ്റുമോ. അത് അനുസരിച്ച് അല്ല നമ്മൾ ദൈവമക്കളാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഹെൽമെറ്റും വേണ്ട, എനിക്ക് ലൈസൻസും വേണ്ട എന്നുള്ള രീതിയിലല്ല ഇത് കഥ പഠിപ്പിച്ചത്. കഥ പറഞ്ഞ് ഏതാണോ നിയമമുള്ളത് നിയമത്തിനനുസരിച്ച് നടക്കട്ടെ. അതാണ് അതിന്റെ ഉത്തരം അവർ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? അവർ കേട്ട് ആശ്ചര്യപ്പെട്ടവനെ വിട്ട് പോയി കളഞ്ഞു. വിട്ടു പോയി കളഞ്ഞു. ഇവിടെയും ഈ യേശുവിനെ പിടിക്കാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി വന്നവർ അവര് വിട്ടുപോയി കളഞ്ഞു. ഞാനത് വിട്ടുപോയി കളഞ്ഞു എന്നുള്ള ഭാഗമെടുത്ത് അവർ വിട്ടുപോയി എന്ന് കാണിക്കാൻ വേണ്ടി ഓരോരുത്തരും വിട്ടുപോയി. അവിടെ ഓരോരുത്തരാ വിട്ടുപോയെങ്കിൽ ഇവിടെ കൂട്ടത്തോടെ വിട്ടുപോയി. യേശു പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ആ വെള്ളിക്കാശും പ്രധാന കയ്യിൽ കൊണ്ട് കാണിച്ചിട്ട് അതുമായിട്ട് ഇവര് ആ സ്വരൂപവും മേലെഴുത്തും ഉള്ള ആ പക്ഷക്കാരെല്ലാം കൂടി അവർ തിരിച്ച് മടങ്ങിപ്പോയി. അവർ പോകുന്ന വഴിക്ക് ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ എന്തൊരുത്തൻ, ഇവന്റെ കഴിവ് എത്രമാത്രം, ഇവന്റെ വാക്കുകൾക്ക് എത്ര ശക്തിയുണ്ട്, ഇവന്റെ അടുക്കൽ ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറിപ്പോവുക അടുത്തത്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനതിലേക്ക് വരാം. ഞാൻ ആ ഭാഗം എടുക്കുക. എന്തുകൊണ്ടാണ് യേശുവിനെ ആർക്കും പിടിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഈ 8-ാമത്തെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന ഭാഗമുണ്ട്. അവനവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാനോ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ആകെ എന്ന് പറഞ്ഞാൽ യേശു മേലിൽ നിന്നുള്ളവനാണ്. അപ്പോൾ മേലിൽ നിന്നുള്ളവന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. 3-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മേലിൽ നിന്ന് വരുന്നവൻ, 3-ാം അധ്യായം 31, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭാമികനാകുന്നു, ഭാമികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത സാക്ഷി. ഇപ്പോൾ യേശു എല്ലാവർക്കും മീതെയാണ്, സകലത്തിനും. കാരണം മേലിൽ നിന്ന് വന്നവൻ പരീശന്മാർക്ക് മീതെയാണ്, ശാസ്ത്രിമാർക്ക് മീതെയാണ്, ഹെരോദ്യർക്ക് മീതെയാണ്, അതേ ഭരണതന്ത്രജന്മാർക്കും വൈദികർക്കും അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും എല്ലാറ്റിനും മീതെയാണ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന യേശു സകലത്തിനും മീതെയുള്ളതാണ്. സർവനാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് അവന്റെ അടുക്കൽ ആർക്കും നിൽക്കാൻ കഴിയാതെ ഓരോരുത്തരായി അവൻ മേലിൽ നിന്നുള്ളവനാ. ഈ കീഴിൽ നിന്നുള്ള അഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ പഠനം കൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയത്തില്ല. ഇവര് പഠിച്ചു വെച്ചതെല്ലാം ഭൗമികമായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ
ഭൗമികമായിരിക്കുന്ന ഉപദേശങ്ങൾക്കോ ഭൗമികമായിരിക്കുന്ന ചിന്തകൾക്കോ മേലിൽ നിന്നുള്ള ഉപദേശത്തോട് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും മേലിൽ നിന്നുള്ള ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അഭിഷക്തന്മാരുടെ സംസാരത്തിന് മീതെ, അതിന് മീതെ നിൽക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ആർക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതിൽ അസൂയ പൂണ്ടിട്ട് അവരെ കൊന്നുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതല്ലാതെ അവരുടെ മുമ്പിൽ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയത്തില്ല. കാരണം മേലിൽ നിന്ന് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവമക്കളാകുന്ന നമ്മളിൽ വ്യാപരിക്കുന്നത് എന്നുള്ള സത്യം കൂടി ഇന്ന് രാത്രി മനസ്സിലാക്കണം എന്നും ഞാൻ ഈ തരണത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് അവനിൽ വ്യാപരിച്ച ആത്മാവ്. അപ്പോൾ ക്രിസ്തുവിലുള്ള അതേ ആത്മാവ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാദഗതികളുമായി വരുന്നവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. അവർ അവനെ വിട്ട് പൊയ്ക്കളഞ്ഞു. അതിൻ്റെ 23-ാം വാക്യത്തിൽ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും വന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞത് സദൂക്യർ ആരാന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചല്ലേ, യഹൂദന്മാരിൽ മോശയുടെ പ്രമാണത്തെ മാത്രം മുറുകെ പിടിക്കുന്ന സമ്പന്നവർഗത്തിൽപ്പെട്ടവരാണ്. അവർ ഇവിടുത്തെ ലോകത്തിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ, അതിനപ്പുറമായിട്ടുള്ള ഒരു ചിന്തകളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ വന്നു പറഞ്ഞു, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അവർ പുനരുത്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ വന്ന് 3-ാമത്തൻ 7-ാമത്തൻ വരെയും അങ്ങനെ തന്നെ ചെയ്തു. എല്ലാവരും മരിച്ചു. ഒടുവിൽ സ്ത്രീയും മരിച്ചു. അപ്പം പറഞ്ഞു, ഒരു സ്ത്രീ 1-ാമത്തൻ ദേവധർമ്മം എന്നുള്ളത് തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം യഹൂദയുടെ കാലഘട്ടത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ച് മനസ്സിലായിരുന്നു. അതനുസരിച്ച് യഹൂദയുടെ മൂത്ത മകൻ ആയിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇളയ മകന് വേണ്ടി അവളെ വിവാഹത്തിന് വേണ്ടി കൊടുക്കാമെന്നുള്ള ആ രീതി സമ്പ്രദായം തുടങ്ങിയത് യഹൂദന്മാരുടെ ഇടയിലാണ്. യഹൂദയോടുള്ളതിലാണ് നിൽക്കുന്നത്. അതാണ് ദേവധർമ്മം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പം അതനുസരിച്ച് ഈ പറയുന്ന 1-ാമത്തെ മരിച്ചു, 2-ാമത്തെ സഹോദരൻ മരിച്ചു, 3-ാമത്തെ മരിച്ചു, അങ്ങനെ 7 പേരും മരിച്ചുപോയി. നോക്കണമേ, ഒരു സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. ഇവര് ഉണ്ടാക്കി അതിശയോക്തിയോടെ അങ്ങ് പറയുക യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ അതിശയോക്തിയാണ്. നടക്കുന്ന കാര്യമൊന്നുമില്ല. കർത്താവിനോട് പറഞ്ഞില്ല, അതിനോടൊന്നും എതിർക്കാൻ പോയില്ല. ഇവർ ഉണ്ടാക്കി പറഞ്ഞിരുന്ന കർത്താവ് കണ്ടു. അത് പറഞ്ഞ് ഒടുവിൽ അവൾ മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും എന്ന് ചോദിച്ചു. എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇവരുമിണ്ടാതെയായി. ഈ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നില്ലേ? പറയുന്നെങ്കിൽ മരിച്ചുപോയവരാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അവരില്ലെങ്കിൽ, അവരസ്തമിച്ചു പോയെങ്കിൽ, മണ്ണിൽ അടഞ്ഞോടുകൂടി ഇല്ലാതായി തീർന്നെങ്കിൽ പിന്നെ അവരുടെ പേര് പറയുന്നത്? സദീഖുമാരോട് ചോദിച്ചു, പുനരുത്ഥാനം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീണ്ടും വിവാഹം കഴിക്കാനും ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ളതല്ല വിവാഹം. പറഞ്ഞു, പുനരുത്ഥാനത്തിൽ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും അത്രയാകുന്നത്. എൻ്റെ മറ്റൊരു ഭാഗത്ത് അവർ ദൈവോത്തന്മാരും തുല്യരുമായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും വിവിധ ഭാഗങ്ങളെടുത്ത് പഠിക്കേണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് പുനരുത്ഥാനത്തുള്ളത് ഞാൻ ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം വിട്ടു പോകത്തക്ക രീതിയിൽ സദൂക്യർ അവരും മനസ്സിലായി, ഈ പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെ പറയുന്നത് വൈരുദ്ധ്യമല്ലേ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമത്രേ. അവർ മരിച്ച് മൺമറയപ്പെട്ടു പോയി. പിന്നെ ഒരു അസ്തിത്വം അവർക്കില്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ അവരുടെ പേരെടുക്കുന്നത്? അതുകൊണ്ടാണ് ഭർത്താവ് പറഞ്ഞത്, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമേ യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ദൈവസന്നിധിയിൽ ഉണ്ട്. അല്ലെങ്കിൽ അവര് അസ്തമിക്കപ്പെട്ടു പോയിട്ടില്ല, ഇല്ലാതായി പോയിട്ടില്ല, അവരിപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണെന്നാണ് കർത്താവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സദൂക്യരെ അവൻ ഉണ്ടാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. ഇവര് പരീശന്മാർ അവനെ കൊടുക്കേണ്ടതിന്
ആദ്യം ശിഷ്യന്മാരെ അയച്ചത് ഹെരോദ്യരോട് കൂടെ. അവർ നേരിട്ട് വന്ന് ചോദിച്ചു. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഒരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവരോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമകൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകലമായ പ്രമാണവും പ്രവാചകനും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരും അത് കേട്ടപ്പോൾ അവർക്കും പിന്നെ മിണ്ടാതായി. അപ്പോൾ വിചാരിച്ചത് കൽപ്പന ഏതാണെന്ന് യേശു അറിയത്തില്ലെന്നാണ് വിചാരിച്ചത്. ഏത് കൽപ്പന, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുതെന്ന് ചോദിച്ചു. കർത്താവ് രണ്ട് കൽപ്പന എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഏറ്റവും വലുത്, നീ അത് പ്രമാണിക്കണമെന്ന് പറയാൻ വേണ്ടിയിടയാത്തുന്നു. അവരുടെ ശബ്ദവും ഇല്ലാതെ യേശുവിനെ അവരും മിണ്ടാതാക്കപ്പെടുവാനായിത്തീർന്നു. പരീക്ഷ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കൾ എൻ്റെ പാതപിടമാക്കോളും എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് എൻ്റെ കർത്താവ് അരുളി ചെയ്തു എന്ന് പറയുന്നല്ലോ. ആ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അവനെ പിടിക്കാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു വന്ന, ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യർ, ഹെരോദ്യർ, ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഓരോരുത്തരായി പല ഘട്ടങ്ങളിൽ കടന്നു വന്ന തലങ്ങും വിലങ്ങും ഒക്കെ നോക്കി ചോദ്യം ചെയ്തിട്ടും കർത്താവിന്റെ മുമ്പിൽ ഒന്നിനും അവർക്ക് സാധിക്കാതെ പോയത് അവൻ മേലിൽ നിന്നുള്ളവനായതുകൊണ്ടാണ്. മേലിൽ നിന്നുള്ളവർ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ജ്ഞാനം ഉയർത്തുന്നുള്ളതാണ്. ഉയർത്തുന്നുള്ള ജ്ഞാനം, അതേക്കുറിച്ച് യാക്കോബ് എൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടി ഞാൻ വായിക്കാം. കാരണം നമ്മെ കൊടുക്കാൻ വേണ്ടി പലരും ചോദിക്കാറുണ്ട്. എന്നാൽ അവിടെ മുമ്പിൽ ഇതുവരെയും ദൈവമക്കൾ കുഴഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ കാരണം, ദൈവമക്കൾക്ക് ഏത് സമയത്തും ഉത്തരം പറയുവാനുള്ള വാക്കുകളെയും വാക്യങ്ങളെയും ബുദ്ധിയും ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത് ഉയർത്തുന്നുള്ള ജ്ഞാനമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഉയർത്തുന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർത്തുന്ന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ നിർമ്മലമായിരിക്കും, അത് സമാധാനമുള്ളതായിരിക്കും, ശാന്തതയുള്ളതായിരിക്കും, അനുസരണമുള്ളതായിരിക്കും, കരുണയുള്ളതായിരിക്കും, സൽഫലം നിറഞ്ഞതായിരിക്കും, പക്ഷപാതം കപടമില്ലാത്തതാകും. ഇതാണ് ഉയർത്തുന്നുള്ള ജ്ഞാനം. ഇതാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ജ്ഞാനം. അപ്പം നമ്മളാരെയും വാക്ക് പറഞ്ഞ് പരാജയപ്പെടുത്തി അവരെ തോൽപ്പിക്കാനല്ല. അത് നിർമ്മലമായിരിക്കുന്ന സുവിശേഷവും നിർമ്മലമായിരിക്കുന്ന സത്യവും കാര്യങ്ങൾ പക്ഷപാതമില്ലാതെ സമാധാനത്തോടെ ശാന്തതയോടെ അത് സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ ഇപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മുണ്ടും കുത്തി മടക്കി ചാടുമ്പോൾ ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മളിൽ വ്യാപരിക്കുന്നത് ഉയരത്തിലെ ജ്ഞാനമാണ്. ഉയരത്തിലെ ജ്ഞാനം വരുമ്പോൾ കൈയുരുട്ടി ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയിലുള്ള ജ്ഞാനമല്ല. തർക്കിക്കുന്ന തർക്ക വിദഗ്ധന്മാരുടെ അടുക്കൽ നിന്ന് നാം ഒരിക്കലും വേർത്തു പോകാത്തതിൻ്റെ കാരണം നമ്മളിൽ മേൽ പകർന്നിരിക്കുന്ന ഉയരത്തിലെ ജ്ഞാനമാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ പഠിത്തം കൊണ്ടോ അല്ല, പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിലാണ് നിലനിൽക്കുവാൻ കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് അത് നിർമ്മലമാണ്, അത് സമാധാനമാണ്. വിശ്വാസത്തിൽ വരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ആരുടെയെല്ലാം മുമ്പിൽ, ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ അടിപതരാ നിന്നതിൻ്റെ കാരണം വേദത്തിനുള്ള ജ്ഞാനം പകർന്നത് കൊണ്ടാണ്. എത്രയോ ചോദ്യങ്ങളെയൊക്കെ നാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഏതെല്ലാം സമൂഹങ്ങളിൽ നിന്ന് വന്നവരുടെ ഇടയിൽ ചോദ്യങ്ങൾ കേട്ട പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഒന്ന് തിരിഞ്ഞു ചിന്തിക്കണം. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ എത്രയോ ചോദ്യങ്ങൾ നമ്മുടെ നേരെ ശരം പോലെ വന്നപ്പോൾ അതൊന്നും നമ്മുടെ മേൽ ഏശാതെ പോയതിൻ്റെ കാരണം നമ്മളിൽ സമാധാനമുണ്ടായിരുന്നതുകൊണ്ടാണ്, ശാന്തതയുണ്ടായിരുന്നതുകൊണ്ടാണ്, അനുസരണമുള്ളതുകൊണ്ടാണ്, കരുണയുള്ളതുകൊണ്ടാണ്, സൽഫലം നിറഞ്ഞതാണ്, പക്ഷപാതമില്ലാത്തതുകൊണ്ടാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് എല്ലാവരെയും സഹിക്കുവാനും പൊറുക്കുവാനും കഴിഞ്ഞത്. ക്രിസ്തുവിൽ പകർന്ന മേലിൽ നിന്നുള്ളവൻ ജ്ഞാനത്തിൻ്റെ നിറകുടമായിരുന്നു. അവൻ്റെ അടുക്കൽ ആർക്കും നിൽക്കുവാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം കൂടി നമുക്കിവിടെ മനസ്സിലല്ലോ. അങ്ങനെ ഓരോരുത്തരും വിട്ട് പോകുവാനിടയാത്തുന്നു, വായടക്കുവാനിടയാത്തുന്നു. അങ്ങനെ അവിടെ വായടക്കി അവരെ വിട്ടുപോയ ശേഷം യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു വീണ്ടും ഒരു കൂട്ടര് കല്ലെറിയാൻ വന്നവരെല്ലാം
അത് ഉപേക്ഷിച്ച് വിട്ടുപോയി. എന്നാൽ ദേവാലയത്തിൽ നിന്ന് ജനം അവിടെ ഉണ്ടായിരുന്നു, മറ്റുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മുമ്പേ ആ സ്ത്രീ ഇരുളായിരുന്നു. അവള് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇരുളായിരിക്കുന്ന അവളെ പിടിച്ചുകൊണ്ടുവന്നവരും ഇരുളായിരുന്നു. കഥാ പറഞ്ഞു, കുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ പോകും. എന്നാൽ ഈ കുഴിയിൽ വീഴാതെ വെളിച്ചത്തിന്റെ അടുക്കൽ വന്നപ്പോൾ അവളെ പിടിച്ചു. ഇരുളിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. കുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ പോകും. അങ്ങനെ ഇരുവരും കുഴിയിൽ പോകാൻ ഇടയാകാതെ അവളെ ദൈവം രക്ഷിച്ചു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ മുമ്പ്, ഇതിനല്പം മുമ്പ് ഇരുൾ പിടിച്ചിരുന്ന, മണ്ണം പിടിച്ചിരുന്ന, പാപം പിടിച്ചിരുന്ന, ലോകത്തുനിന്ന് കല്ലെറിഞ്ഞ് കൊല്ലേണ്ട അവളെ വിടിവിക്കാൻ കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ടാണ്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാലത്തില്ലായിരുന്നു, മുമ്പ് ഇരുളായിരുന്ന, ദൈവവുമായി ബന്ധമില്ലാത്ത, പാപത്തിലായിരുന്ന എന്നെയും നിങ്ങളെയും പാപം ക്ഷമിച്ച് വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇതിലൂടെ കഥ വിളിച്ചു പറഞ്ഞത്. കഥ പറഞ്ഞു, അല്പം മുമ്പ് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു പാവനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ വീണു മരിക്കാതിരിക്കാൻ കാരണമായി തീർന്നതിന്റെ കാരണം ഞാൻ വെളിച്ചമായതുകൊണ്ടാണ്. രാത്രിയിലും കണ്ണു തുറപ്പിക്കുന്ന, വെളിച്ചം പകരുന്ന യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ മരണമുണ്ടാകുകയില്ല, അവിടെ ന്യായവിധി ഉണ്ടാകുകയില്ല. അത് ഇരുളിൽ ദൈവത്തിന്റെ കരുണ വ്യാപരിപ്പാനിടയാറ്റരും. അതാണ് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണ വെളിച്ചം മുഖാന്തരമായി വ്യാപരിക്കുമ്പോൾ ന്യായവിധിയിൽ അകപ്പെടാതെ അത് ന്യായവിധിയെ ജയിച്ച് പ്രശംസിപ്പാനിടയാറ്റരും. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ വന്നതുകൊണ്ട് ന്യായവിധിയിൽ അകപ്പെടാതെ കരുണയിൽ പ്രശംസിക്കുക. ഇന്ന് നമുക്ക് പറയാനുള്ളത് പാരമ്പര്യങ്ങളല്ല, നമ്മൾ ചെയ്ത് കൂട്ടിയ സൽപ്രവൃത്തികളല്ല. അതിനെല്ലാം കാരണമായിട്ടുള്ളത് ഇളായിരുന്ന എന്നെയും നിങ്ങളെ വെളിച്ചമാക്കി തീർത്തത് ക്രിസ്തുവിന്റെ കരുണയാണ്, അവന്റെ കൃപയാണെന്ന് ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. വെളിച്ചമുള്ളവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറ. കർത്താവ്, ഞാൻ എന്ന വാക്കുകൾ ഉദ്ധരിക്കുവാൻ തുടങ്ങി. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ഭാഗങ്ങളെ യേശു വ്യക്തമാക്കി വെളിപ്പെടുത്തുകയാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമുക്ക് ഓരോന്ന് നോട്ട് ചെയ്യാം. യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുക. കഥ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ. പരസ്യമായിട്ട് കഥ പറഞ്ഞു, എന്നെ അനുഗമിക്കണം. അവിടെ അതുവരെയും ഒരു മനുഷ്യന് പോലും പറയുവാൻ കഴിയാതിരുന്ന ആ വചനം യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ അനുഗമിക്കണം. എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ തൻ്റെ അടുത്തോടെ പറയാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് യേശുവിന്റെ ഉപദേശത്തിൽ പലരും വിസ്മയിച്ചു പോയത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ വെളിച്ചമാണ്. അത് വെളിപ്പെടുത്തി ഇളായിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ ഇടയിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം വെളിപ്പെടുവാടെ തീർന്നു. അതുവരെ അവിടെ ഇരുൾ വ്യാപരിച്ചിരിക്കുകയായിരുന്നു. അത് ദൈവത്തിന്റെ ആലയമാണ്, അതിന്റെ പരിസരമാണ്. പക്ഷേ ഈ കണ്ണു കാണാൻ കഴിയാത്ത അന്നത്തെ മതാന്ധത പിടിച്ച കരുണയെന്തെന്നോ സ്നേഹമെന്തെന്നോ ദൈവത്തിന്റെ ആഴമെന്തെന്നോ സ്നേഹമെന്തെന്നോ അറിയാത്ത അന്ധത പിടിച്ചവർ എങ്ങനെയും അവിടെ രക്തം ചുരിയാൻ വേണ്ടി രക്തദാഹികളായി നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, അവരോട് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ എല്ലാം വിട്ടുപോയി. അവർക്ക് മനസ്സാക്ഷിയിൽ ആശയമുണ്ടായി. വെളിച്ചം വീശിയപ്പോൾ, പാപം വെളിപ്പെട്ടപ്പോൾ, അതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വിട്ടോടിപ്പോകാൻ അടുത്ത് നിന്നപ്പോൾ ഇളായിരുന്ന സ്ത്രീക്ക് മനസ്സായി അവൾ പാവനിയാന്ന്.
യേശുവോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്, നിന്നെ ഞാൻ വെളിച്ചമുള്ളതാക്കി വിടുകയാ. നീ മരണത്തിലകപ്പെടേണ്ടതായിരുന്നു, നിത്യ നരകാഗ്നിയിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ എന്നാൽ എൻ്റെ അടുക്കൽ നിന്നെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം. രാത്രിയിൽ അതേ വചനം നമ്മളെയും ശിക്ഷയിൽ നിന്ന് വിടുവിച്ചതാകട്ടോ. അതെ, കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ നമ്മളെ ശിക്ഷിക്കാതെ, നമ്മളുടെ ശിക്ഷ വിധിക്കാതെ നമ്മളെ രക്ഷിച്ച് നമുക്ക് വീണ്ടും ജീവൻ തന്ന നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കുന്നു. പറഞ്ഞ് ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശുവോട് പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു, മകളെ, ഞാൻ നിനക്ക് നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ അയപ്പാടെത്താൻ വെളിച്ചമുള്ളതായി പോകാനിടയെത്തണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാണ്. കർത്താവ് സംസാരിക്കുന്നത് തിരിച്ചറിഞ്ഞെങ്കിലേ അതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതെ, യേശു വെറുതെ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ ഈ ഇളടഞ്ഞ ആ സന്ദർഭത്തിൽ സകലം ഇളായി അവിടെ മരണ നൃത്തമാടുന്ന ആ സന്ദർഭത്തിൽ അവളെ വെളിയിൽ കൊണ്ടുവന്ന് വെളിച്ചമുള്ളാക്കി വിട്ടുകഴിഞ്ഞപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മുടെ ജീവിതത്തിന് അനുഭവം അതല്ലേ? മുമ്പേ നാം ഇരുളായിരുന്നില്ലേ? നാം ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. നാം എങ്ങനെ വെളിച്ചമായത്? കർത്താവിൽ വെളിച്ചമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അതെ, നാം ജീവന്റെ വെളിച്ചം പ്രാപിച്ചവരാണ്. ആ ജീവ വെളിച്ചം പ്രാപിച്ച നമുക്ക് നമ്മുടെ യാത്ര നരകമാകുന്ന ഇരുളിലേക്കല്ല, നിത്യനരകമാകുന്ന ഇരുളിലേക്കല്ല, അതെ, വെളിച്ചങ്ങളുടെ പിതാവ് വസിക്കുന്ന സ്വർഗത്തിലേക്കുള്ളതാകയാൽ ആ വെളിച്ചത്തിന്റെ വഴി കാണിക്കാൻ വേണ്ടി വന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ നിങ്ങളും അനുഗമിക്കുന്നത്. അവന്റെ ശബ്ദമാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. അവന്റെ ശബ്ദം നമ്മളെ ഇരുളിൽ അകപ്പെടാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന, ദൈവത്തിന്റെ പരിഭാവനമായിരിക്കുന്ന വചനത്തിന്റെ ഈ വെളിച്ചത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് പാപത്തിൽ അകപ്പെടാതെ മുൻപോട്ട് നമ്മളെ നയിക്കുന്ന ആ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ വെളിച്ചത്തിനായി, അതേ ആ ശക്തിക്കായി, വചനത്തിനായി, അതാണ് കാലുകൾക്ക് പാദം, നമ്മുടെ മാർഗം വെളിച്ചമായി തീരും. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് സദൃശവാക്യത്തിൽ പറഞ്ഞത്, എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവും ആകുന്നു എന്ന് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എഴുതി വെച്ചു. നിന്റെ ഉപദേശം, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വെളിച്ചവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കാലുകൾക്ക് ജീവിതത്തിന്റെ വെളിച്ചം, മുമ്പോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരുന്ന പ്രകാശമാണ് അത്. അങ്ങനെ പറഞ്ഞെങ്കിൽ യഥാർത്ഥമായി പൊരുളായി യേശു പറഞ്ഞു, വചനമായിരിക്കുന്ന ക്രിസ്തു പറഞ്ഞു, നിന്റെ പാതയ്ക്ക് വെളിച്ചമായി, വഴിക്ക് അത് പ്രകാശമായി തീരുവാൻ നമുക്ക് യേശു നമ്മളിൽ ഉദയം ചെയ്തുകൊണ്ട്, പ്രകാശമായതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ തപ്പി നടക്കാതെ എവിടേക്ക് പോകുന്നു എന്നുള്ള ഉത്തമമായ ധാരണ നമുക്ക് കിട്ടിയതിനായി സ്തോത്രം ചെയ്യാം. ഇരുളിൽ നടക്കുന്ന എവിടെ പോകുന്ന അറിയുന്നില്ല, തപ്പി നടക്കുക. ഇന്ന് പാരമ്പര്യങ്ങളിലും പലതിലും നടക്കുന്നവർക്ക് എവിടേക്ക് പോകുമെന്ന് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അവരെല്ലാം ഇരുട്ടിൽ തപ്പി നടക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഒരു കാലത്ത് തപ്പി നടന്നവരാ, അന്വേഷിച്ച് നടന്നവരാ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഇന്ന് രാത്രി പറയാൻ സാധിക്കും, ഞങ്ങൾ തപ്പി നടക്കുന്നവരല്ല. ഞങ്ങൾക്ക് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചറിയാം. അത് അറിയാവുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മരണാനന്തരം അല്ലെങ്കിൽ യേശു കർത്താവ് വന്നതിന് ശേഷം നാം എവിടേക്ക് പോകുന്നുവെന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നാം ഇരുളിലല്ല, ലോകത്തിന്റെ വെളിച്ചമായി വന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ സത്യ ക്രിസ്ത്യാനികളാണ് ഈ വചനത്തെ അനുസരിക്കുന്നവർ. ഈ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, ഇതിലെ വചനത്തെ നമുക്ക് അംഗീകരിച്ച് ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിച്ചുകൊണ്ട്, നമ്മളെല്ലാം തികഞ്ഞവരായെന്നല്ല, വെളിച്ചമായി തീർന്നതല്ല, നാം ഇതിനെ ഓരോ ദിവസം ചെല്ലുന്തോറും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, വെളിച്ചത്തിന്റെ ഭാഗമായി, ഇരുളൊട്ടുമില്ലാതെ വെളിച്ചമായി തീരുവാൻ വേണ്ടിയുള്ള ആത്മീയ യാത്രകളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇതുവരെയും നമ്മുടെ പ്രായത്തിന്റെ ഈ നാളുകളിൽ ഇതുവരെയും നമുക്ക് വെളിച്ചം പകർന്ന കർത്താവിന്റെ വചനം നമ്മെ വീണ്ടും ആ തികവിലേക്ക് നയിച്ച് യേശു കർത്താവിന്റെ വരവിന് വേണ്ടി എത്തിക്കുന്ന, നമ്മളിൽ ഒട്ടും ഇരുളില്ലാത്ത വെളിച്ചമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും എന്നതും ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമുക്കാണ്. ഇതേക്കുറിച്ച് കർത്താവ് പിന്നീട് പറഞ്ഞ്, ഈ ഇരുൾ നീങ്ങി അവനെ അനുഗമിക്കുന്നവരെ കുറിച്ച് കർത്താവ് പിന്നീട്
യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിനെ ചേർന്ന് നടന്ന അവര് വെളിച്ചമുള്ളവരായി തികവുള്ള പദവിയിലേക്ക് അവരെ നയിക്കുവാൻ ഓരോ ദിവസവും ഇടയാത്തുന്നവരിൽ അഭിഷേകം പകർന്ന് തികവുള്ളവരായി ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയാത്തുന്നുള്ളത് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ മക്കളായി തീരുവാൻ, വേർതിരിക്കപ്പെട്ടവർ സഭയുടെ അംഗങ്ങളായി തീരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഇന്ന് രാത്രിയിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നന്ദി പറയേറ്റാം. അവർക്കത് മനസ്സിലായത് പക്ഷേ അവരോട് നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശുവോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. യേശു എവിടെ നിന്ന് വന്നുവെന്നും യേശു എവിടേക്ക് പോകുന്നുവെന്നും അവർക്കറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ച വചനം ഉള്ളിൽ വീണിരിക്കുന്ന ദൈവമൊക്കെ അറിയാൻ സാധിക്കും നാം എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നുവെന്ന്. പാട്ടുകാരൊക്കെ പാടിയിട്ടുണ്ട്, എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല, എവിടേക്ക് പോകുന്നുവെന്ന് അറിയത്തില്ല എന്ന്. അതെ, എന്നാൽ ദൈവകൃപയിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നാം എവിടെ നിന്നാ ജനിച്ചത്. നാം ക്രിസ്തുവിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടു. അവൻ ഇരിക്കുന്നിടത്തേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. ആ നിത്യതയോളമുള്ള ആ ദൈവത്തിൻ്റെ ആ ബന്ധം നമ്മളിൽ ആരംഭം വിട്ടതുകൊണ്ട് അറിവില്ലാത്തവരല്ല, നമുക്കെന്ന് തിരിച്ചറിവുണ്ട്. യേശുവോട് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടിയാകിയാൽ എൻ്റെ വിധി സത്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വിധിക്കുന്നത്. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ പല ആലോചനകൾക്കൊക്കെ പോകുമ്പോൾ 2 പേര് പോകരുത്, 4 പേര് പോകരുതെന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. എന്താ കാരണമുണ്ട്? 2 പേര് വിടത്തിൻ്റെ കാരണം, 4 പേര് അങ്ങനെ ഇരട്ട സംഖ്യ വിടാതെ ഒറ്റ സംഖ്യയ്ക്കുള്ളൊരു കാരണമുണ്ട്. ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ 3 പേരാണെങ്കിൽ, 3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെങ്കിൽ അതിനകത്ത് തീരുമാനമെത്താൻ കഴിയത്തില്ല. എന്നാൽ യോജിച്ച് കഴിയുമ്പോൾ 2 പേര് അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഭൂരിപക്ഷം കിട്ടുവാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒറ്റ സംഖ്യയിൽ ആൾക്കാരെ വിട്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് നിയമസംഹിതകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 ജഡ്ജിമാർ, 5 ജഡ്ജിമാർ, 7 ജഡ്ജിമാർ എന്നൊക്കെയുള്ള രീതിയിൽ ഇരിക്കുന്നത്. 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ 2 പേരുടെ വാദഗതി ഒന്നാണെങ്കിൽ അത് ക്ലിയറാണ്. 2 വ്യത്യസ്തമായ വാദഗതിയാണെങ്കിൽ ഒരു തീരുമാനത്തെത്താൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3 ജഡ്ജിമാരുള്ള ബെഞ്ചിന് വിടുന്നത്. അപ്പോൾ അവർ പിന്നെ തീരുമാനമെടുക്കും. 3-ൽ 2, ആദ്യം ഒരാൾ, പിന്നീട് അങ്ങനെയുള്ള രീതിയിലാണ് തന്നെ. ഇപ്പം ഒരു ആലോചന എടുക്കുന്നുണ്ടെങ്കിൽ 3 പേര് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് 3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെങ്കിൽ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് 2 പേര് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 4 പേര് പോവുകയാണെങ്കിൽ 2-2 ആണെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 3-5 എന്നുള്ള ക്രമത്തിലൊക്കെ പോയതല്ലാതെ അതായത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ ഒറ്റ സംഖ്യയ്ക്ക് പോകുന്നതിന് കാരണം ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. ഇവിടെ കഥ പറഞ്ഞു, ഞങ്ങൾ 2 പേരുടെ സാക്ഷ്യം സത്യമാകുന്നു. 2 പേരും ഒരുമിച്ച് ഒരേ കാര്യം പറഞ്ഞാൽ ഭൂരിപക്ഷമായി. അതുകൊണ്ട് അത് സത്യമാണെന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. 2 മനുഷ്യരുടെ സാക്ഷ്യം, ഒരുപാട് പേരെ സംസാരിച്ചിട്ട് 2 പേരുടെ സാക്ഷ്യം ഒത്തു വന്നാൽ അത് സത്യമാണെന്നുള്ളത് അംഗീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം അവരെ മാറ്റി നിർത്തി വേറെ ആൾ സംസാരിച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നെങ്കിൽ അത് അംഗീകരിക്കുന്ന യോഗ്യമാകുന്നതെന്നാണ്. 2 സാക്ഷികൾ വാമൊഴിയല്ലാതെ ഒരാളെ ശിക്ഷിക്കരുത് എന്നുള്ളത് അവിടുത്തെ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ എഴുതിയിരിക്കുന്നല്ലോ, എന്നെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്, അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ, നിന്റെ പിതാവ് എവിടെ നിന്ന് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ദൈവാലയത്തിൽ വെച്ച് ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവിടെ നാഴിക അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല.
ഭണ്ഡാരസ്ഥലത്ത് വെച്ച് കർത്താവ് അവരോട് സംസാരിപ്പാനിടയായി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഉത്തരം പറഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാരസ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവൻ്റെ നാഴിക അതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. ഭണ്ഡാരസ്ഥലം എന്ന് പറയുമ്പോൾ സാമ്പത്തികം പണമിടുന്ന സ്ഥലത്താണ് യേശു സംസാരിച്ചത്. അപ്പോൾ യേശുവിന് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സംസാരിപ്പാൻ അധികാരമുണ്ടായിരുന്നു. അത് സംസാരം അധികാരത്തോടെയായിരുന്നു. ഭണ്ഡാരം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് യേശു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭണ്ഡാരത്തെ തുറന്ന് സംസാരിക്കുകയാണ്. യേശു വിളിച്ചു പറഞ്ഞാൽ ലോകത്തിന് വെളിച്ചമാകുന്നു. അവർക്ക് അത് ഒരു സംഭവത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ശേഷമാണ് യേശു സംസാരിപ്പാകത്തെന്ന് രാത്രി കണ്ടടയ്ക്കാം. ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. അത് നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ്. അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് ഇളായിരിക്കുന്ന കാര്യത്തെയും വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ, വെളിച്ചമായി തീരുവാൻ, വിധി പ്രസ്താവിപ്പാൻ നമ്മുടെ കർത്താവിന് വഴിയും നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച, നമുക്ക് നിത്യജീവൻ പകർന്നു തന്ന, നാം എവിടെ പോകുന്നു എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് കാണിച്ചു തന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ഒന്നിച്ച് ദൈവത്തിനായിരിക്കാം. ദൈവം നാളെ തുറന്നുള്ള ഭാഗം ചിന്തിക്കാം. അതുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ജനന്മാരിൽ മറയ്ക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക്